ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കാലത്ത് തന്നെ ജർമ്മനിയിൽ ലോഡിറക്കി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നമുക്ക് ജർമ്മനിയിൽ തന്നെ ഇവിടെ നിന്നൊരു 229 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് പോയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. നമുക്കപ്പോൾ ഇതിലേക്ക് കയറിയിട്ട് പയ്യനെ നൈസായിട്ട് അതില് അങ്ങ് പോവാം. വ്യക്തമായിട്ട് ധാരണയൊന്നും നമുക്ക് ഈ റൂട്ടിനെ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 9:10. En 500 metros, toma la salida a la derecha por la B51, después mantente a la derecha. റോഡൊക്കെ വളരെ ചെറുതാണ്. നമുക്ക് ഇവിടെ നിന്ന് വേറൊരു റൂട്ടിലേക്ക് വേണം കയറാനായിട്ട്. ഇന്നലെ വന്ന റൂട്ടല്ലത്. എന്നിരുന്നാലും Toma la salida a la derecha por la B51, después mantente a la derecha. റൂട്ട് മനസ്സിലാവില്ല. Mantente a la derecha por Contrata de Navarrete, después mantente a la izquierda. Mantente a la izquierda por Contrata de Navarrete. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. Dirígete hacia el suroeste en Indén Moselauen hacia Konrad Adenauer-Brücke, Bazeliufer. Luego gira a la derecha hacia Konrad Adenauer-Brücke. En 600 metros, gira a la derecha en la B51, después gira a la derecha por la primera calle. Bazeliufer, B49. ഇവിടെ നിന്നും വലതുവശത്തേക്കാണ് പറയണത്. ഇതാണ് ഒരു പാലം കണ്ടത്. യെസ്, ഇത് തന്നെ സംഭവം. ഇതല്ല, ഇതിനപ്പുറത്തൂടെ. Gira a la derecha para En el continuar en semáforo, gira a la Bazeliufer, derecha, B49. después gira a la derecha por la Luego gira primera a la calle. derecha hacia Bazeliufer. ഇത് ടോളിലേക്ക് കയറുന്ന റൂട്ടാണ്. Gira a la derecha en Gira a la Pacheleza. derecha hacia Bazeliufer, B49. ഇവിടെ എന്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറുകൾ അധികം ഓടാത്ത കാരണം കൊണ്ട് ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ ഇവിടെ ഇന്ന ഒരു സാധനം ഉണ്ടാവുന്നു. Sigue por esta carretera. Continúa por B49 6 kilómetros. ഇവിടെ ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50 ആണ്. ലക്സംബർഗ് കയറിയിട്ട് അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ കഷ്ടി. ഇനി ഇവിടെ നിന്ന് A1
ടോൾ എടുത്തിട്ട് പോകണം. 14 കിലോമീറ്റർ കഴിയുമ്പോൾ. രാവിലെ 9:15 ഇവിടെ കുറച്ച് ട്രങ്കീലാണ്, റിലാക്സ്ഡ് ആണ് ഈ പ്ലേസ്. കാറുകളുടെ സംസ്ഥാന സമ്മേളനം ഉണ്ടോ ഇവിടെ? എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ട്രക്കുകൾക്ക് അതിലേക്ക് എന്താ വഴിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് കയറി കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്കെന്തായാലും പോകേണ്ടത് നേരെയാണ്. ഇതിലേ പോയിട്ട് കറങ്ങി പോകാനായിട്ടുള്ള സിസ്റ്റം ഒന്നുമില്ല. നേരെ പോയി നോക്കാം. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും 602 കയറും. ഇവിടെ സ്പീഡ് ലിമിറ്റ് 50 ആണ്. എല്ലാവരും വളരെ നല്ല തിരക്കിലാണ്. ഈ സെമാഫറോ സിഗ്നൽ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്, ക്ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. ഇന്നലെ പറഞ്ഞ വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായിരുന്നു. എന്നെ കൈ കാണിച്ചില്ല. ഞാൻ ബോർഡർ കഴിഞ്ഞ വഴിക്ക് വണ്ടികളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. തോന്നിയ മാതിരി അവർക്ക്. അതേ ഒരു ട്രെയിലർ. സന്തോഷം. അത് സ്പെയിൻ്റെ വണ്ടിയത്. ഇവിടെ നിന്ന് ഇടത്തോട്ട് ട്രെയിലറുകൾക്ക് പോകാൻ പാടില്ല. അതും ഇതിലേക്കാണ്. 24 ടണ്ണിൽ കൂടുതലുള്ളത്. അപ്പം എനിക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പേര് ത്രവേരിസ്. ഇനി ബർത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് കോംപ്ലിക്കേഷൻ റൂട്ടാണ് എങ്കിലും.
പോകാറായി. ഇതൊക്കെ ലക്സംബർഗ് ഈ വളടിമള ജോലിക്കായിരിക്കണം. ഈ കൂട്ടുകാരൻ എന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരമായി ശ്രമിക്കണേ. എനിക്കാണെങ്കിൽ വണ്ടി സ്പീഡ് വിട്ട് കുറയ്ക്കാനും പറ്റണില്ല. ഓക്കെ, ട്രക്കുകൾ പ്രൊഹിബിറ്റഡ്, ഓവർടേക്കിങ്. ഇവിടെ മുതൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാം ട്രക്കുകൾക്ക്. നമ്മൾ കറക്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇതിലെ കയറി വന്നാൽ ഇതിൻ്റെ അപ്പുറത്തായിരുന്നു അത്. ഇത് കഴിഞ്ഞ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സൈഡിൽ കൂടെയാണ് ഇന്നലെ നമ്മൾ ലക്സംബർഗിൽ നിന്ന് ജർമ്മനിക്ക് കയറിയത്. നമുക്കപ്പോൾ ഇനി പോണത് ജർമ്മനിയുടെ വലത് ഭാഗത്തേക്കാണ്, അകത്തോട്ട് കയറണം. ഒരു 11 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊക്കെ തീരും, നമുക്ക് ഹൈവേയിലേക്ക് കയറാം. ഈ ഇവിടെ ഒന്നും ചെക്കിങ് ഉണ്ടാവില്ല, പോലീസ് ചെക്കിങ് ഒന്നും ഉണ്ടാവില്ല. ഹൈവേയിലേക്ക് കയറി കഴിയുമ്പോൾ അമ്മമാര് കുറേ പേര് ബാക്സ് എന്ന് പറഞ്ഞ വണ്ടിയായിട്ട്, ഒരു നീല വണ്ടിയായിട്ട് ഇങ്ങനെ നടക്കണ്ടാവും. നമ്മളിപ്പോൾ ഇന്ന് കാലത്ത് 8 മണിക്ക് ലോഡ് ഇറക്കാൻ പോയപ്പോൾ, അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ അവിടെ വന്നതാണ്. അപ്പോൾ ഞാനവിടെ ചുമ്മാ നടന്നൊക്കെ നോക്കി. അപ്പോൾ ഒരു പുള്ളിയോട് പറഞ്ഞു അവിടെ നിന്ന് തിരിച്ച് കാലത്ത് 8 മണിക്കാണ് ഇറക്കണേ. 8 മണിക്ക് വന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറയുന്നു, ഇപ്പോൾ വേറെ ആൾക്കാരെ ഇന്ന് കാലത്ത് വന്നപ്പോൾ അവിടെ എല്ലാം ലോഡ് ഇറക്കണ്ടായിരുന്നു. ഇവർ ആദ്യമായിട്ട് അങ്ങോട്ടാണ് ഈ സാധനം ഇവിടെ നിന്ന് ഇറക്കണേന്ന് തോന്നുന്നു. ഇവരിവിടെ മൊത്തം പ്രൊഡക്ഷനാണ്. അപ്പോൾ വേറെ സ്ഥലത്ത് പോയി ഇറക്കി അവിടെ നിന്ന് പയ്യനെ തിരിച്ചു. പക്ഷെ ഇവിടെ രാവിലെ 9:30 മൂവ്മെന്റ്സ് കാണാനില്ല കേട്ടോ, വലിയ കാര്യമായിട്ട്. അത് ഗ്രാമം കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും കാലത്ത് തന്നെ കൈയൊന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. ആ മെറ്റീരിയൽസ് ഒരു പൂക്കളിലത് പിടിച്ചിങ്ങോട്ട് വലിച്ചതാ. ആ ഇരുമ്പിൻ്റെ ഒരു തണ്ട അവിടെ ഇരുമ്പുണ്ടായിരുന്നു, ഇടിച്ചു. ഒറ്റയ്ക്ക് പോയാലുള്ള കുഴപ്പങ്ങളതാ. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും ഉണ്ടാവില്ല നോക്കാനായിട്ട്. നാളൊരു പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാ, സ്ലിപ്പായിട്ട് താഴ്ത്തു നിന്ന് തലയിടിച്ചു. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ എംപ്രസകളൊക്കെ വലിയ കമ്പനികളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഈ രാജ്യത്ത്. ചെറുതെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ കുറേ പേരൊക്കെ ഡബിളായിട്ട് പോവാം. 2 ഡ്രൈവർമാരായിട്ട് സിംഗിളായിട്ട് പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നേ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. Continúa por
6,029 kilómetros. നമ്മളപ്പോൾ സാവധാനം ഒരു നാഷണൽ റൂട്ടിലേക്ക് കയറി ഗ്രാമത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് 3 ഇയർ അവസാനിക്കാണ്. നമുക്കിപ്പോൾ ഇനി സാവധാനം ഹൈവേയിൽ കയറിയിട്ട് നേരെ നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ കൂട്ടുകാരെ ഒത്തിരി സന്തോഷം, സപ്പോർട്ടിങ്ങിനൊക്കെ ഒത്തിരി താങ്ക്സ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.